എൻ്റെ മുഖവരികൾ ഞാൻ ദീർഘമാക്കുന്നില്ല. ഈ കോൺഫറൻസിൻ്റെ സമാപന സന്ദേശമാണല്ലോ. ഇതിൻ്റെ തീം ആയിരിക്കുന്ന വേദഭാഗം ഞാൻ വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 അതിൻ്റെ ഹെഡിങ് മുതൽ ഞാൻ വായിക്കാം. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന ആരോടാണ്? അതിന്റെ മുകളിൽ പറഞ്ഞ എളിയവരോടാണ്. ആരാണോ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ പ്രശംസിക്കുന്നത് കേട്ട് സന്തോഷിക്കുന്നത്, ആ എളിയവരോട് പറയുകയാണ് നമുക്കൊന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്താം. എപ്പോഴാ ഇത് പറയുന്നത്? എപ്പോഴാ ഈ സങ്കീർത്തനം പാടിയത്? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനം. സ്വന്തം നാട്ടിൽ നിന്ന് ശൗൽ രാജാവ് കൊല്ലും എന്നറിഞ്ഞ് പേടിച്ച് ഓടി ആക്കീശ് രാജാവിന്റെ നാട്ടിൽ ചെന്നപ്പോൾ ഗോലിയാത്തിനെ കൊന്ന ദാവീദാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ പിടിച്ചുകൊണ്ടുവന്ന് ആക്കീശ് രാജാവിന്റെ മുമ്പിൽ നിർത്തി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചു, ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. തുപ്പൽ താടിയെ കൂടെ ഒലിപ്പിച്ചു ഇസ്രായേലിന്റെ മധുരഗായകൻ. കതകേല് വാതിലേല് വരച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ട് ദാവീദിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? എന്തുകൊണ്ട് അവനെ കൊല്ലാനിട്ട് ഓടിക്കുന്നു? എന്തുകൊണ്ട് ഭ്രാന്ത് അഭിനയിക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം അവനൊരു അഭിഷേകമുള്ളത് കൊണ്ട്. അവന്റെ തലയിൽ രാജാവാകാനുള്ള ഒരു അഭിഷേകമുള്ളത് കൊണ്ട്. വെറുതെ രാജാവായതല്ല അവൻ. അവൻ രാജാവാകാനുള്ള ഒരു അഭിഷേകം അവന്റെ തലയിലുള്ളത് കൊണ്ട്. അഭിഷേകത്തിന്റെ കൂടെ കിട്ടുന്നതാണ് പോരാട്ടവും. ഡെസ്റ്റിനി എന്താണ്? ദാവീദിന്റെ ഡെസ്റ്റിനി. ദാവീദിന്റെ ഡെസ്റ്റിനി ഇസ്രായേലിന്റെ രാജാവാകുക. എന്താ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ അർത്ഥം? ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗാഡ് ഇൻ എ പേഴ്സൺസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയാണ് അവന്റെ ഡെസ്റ്റിനി. ഗോൾ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച ദൈവത്തിന്റെ പർപ്പസാണ് ഡെസ്റ്റിനി. നിനക്ക് മഹത്തായ ഒരു അഭിഷേകമുണ്ടെങ്കിൽ, മഹത്തായ ഒരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ, അവിടെ എത്താനുള്ള വഴി പോരാട്ടത്തിന്റെ വഴിയാണ്. ക്രൈസിസിൽ കൂടെ മാത്രമേ അവിടെ എത്തത്തുള്ളൂ. യോസേപ്പിന് മഹത്തായ ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. യോസേപ്പ് ഈജിപ്റ്റ് ദേശത്തിന്റെ ഒക്കെ അധിപനായി തീരും. ലോകമെങ്ങും ക്ഷാമം വരുമ്പോൾ ജനങ്ങൾക്കെല്ലാം ആഹാരം കൊടുക്കുന്നവനായി അവൻ മാറും. അതായിരുന്നു അവന്റെ ഡെസ്റ്റിനി. എങ്കിലും ആ ഡെസ്റ്റിനിയിൽ അവൻ എത്തിയത് പൊട്ടക്കിണറ്റിലൂടെ, കൽത്തുറുങ്കിലൂടെ. 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കഷ്ടപ്പാടിലൂടെ അവൻ കടന്നാണ് അവന്റെ ഡെസ്റ്റിനിയിൽ അവൻ എത്തിയത്. ക്രൈസിസ് ഇല്ലാതെ ഡെസ്റ്റിനി ഇല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. എന്താണ് അതിൻ്റെ തെളിവ്? അതിൻ്റെ തെളിവിൽ ഒന്നാണ് നീ റിജക്റ്റഡായി. അതിൻ്റെ തെളിവിൽ ഒന്നാണ് നിന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടവർ തന്നെ നിന്നെ താഴ്ത്തി. നിന്നോട് ഒരു കാരണവും കൂടാതെ പകയ്ക്കുന്നവർ എഴുന്നേറ്റു. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്നറിയാമോ? ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുക. അതിൻ്റെ പ്രോസസ്സിലൂടെ നീ കടന്നു പോവുകയാണ്.
റോഡ് സൈഡിൽ ഒരു പ്ലോട്ട് മേടിച്ചിട്ട് അവിടെ പണി നടത്താനായിട്ട് കൺസ്ട്രക്ഷന്റെ ഹെവി എക്യുപ്മെന്റ്സ് വന്ന് പണി നടത്തുക. എക്സ്കവേറ്റർ വന്ന് മാന്തി മറിക്കുന്നു, അവിടെ ബുൾഡോസർ വന്ന് ഇടിച്ചു നിരത്തുന്നു, വലിയ കോൺക്രീറ്റ് മെഷീൻ വന്ന് കോൺക്രീറ്റ് ചെയ്യുന്നു. എന്താ ഇവിടെ പണിയാൻ പോകുന്ന ഒരാൾ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു അവിടെ ഒരു കോഴിക്കൂട് പണിയുകയാണ്. കോഴിക്കൂട് പണിയാൻ വേണ്ടി ഇത്രയും വലിയ ഹെവി എക്യുപ്മെന്റ്സ് വരത്തില്ല, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയാ. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബുൾഡോസർ കയറി ഇറങ്ങിയെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹെവി എക്യുപ്മെന്റ്സ് വന്ന് മാന്തി മറിച്ചെങ്കിൽ, സ്വർഗം ഒരു വലിയ പണിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! അതാണ് പ്രോസസ്. ആ പ്രോസസ്സിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഡെസ്റ്റിനിയിൽ നിനക്ക് ചെന്ന് ചേരുവാൻ കഴിയുകയുള്ളൂ. ദാവീദ് ആപ്ലിക്കേഷൻ കൊടുത്തില്ല രാജാവാകുവാനായിട്ട്. ഒരിടത്തും റെക്കമെൻഡേഷന് പോയില്ല, ഇതൊന്നും അറിഞ്ഞുമില്ല. ആടിനെ മേയിച്ച് നടക്കുക. പക്ഷേ സ്വർഗം അവനെ തെരഞ്ഞെടുത്തു. നിന്റെ തെരഞ്ഞെടുപ്പ് നിന്നിൽ നിന്നല്ല ആരംഭിച്ചത്, നിന്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാണ് ആരംഭിച്ചത്. നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞു വന്നതാ. അതിൻ്റെ പേരാ കൃപ. കൃപയെന്ന് പറഞ്ഞാൽ ഒരു അർഹതയും ഇല്ലാത്തവന്റെ അടുക്കൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. കൃപയാൽ എന്നല്ലാതെ ഒരു യോഗ്യതയും ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്കും പറയാനില്ല. കൃപയാൽ അർഹതയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന മഹത്തായ ദാനം, അതാണ് തെരഞ്ഞെടുപ്പ്. ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്ന ദൈവം പറഞ്ഞു. ഇശായിയുടെ മക്കൾ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇശായിയുടെ മക്കളിൽ ഒരാളെ രാജാവാക്കാനല്ല പറഞ്ഞത്, ഇശായിയുടെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവം രാജാവായിട്ട് കണ്ടയാളിനെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ദൈവം പറഞ്ഞു ഒരു ഇശായിയുടെ മക്കൾ ഒരു രാജാവ്. അവനെ നോക്കി, അവൻ രാജാവിന്റെ വസ്ത്രവും ഇല്ല, രാജാവിന്റെ കിരീടവും ഇല്ല, രാജാവിന്റെ ഒരു ലക്ഷണവും ഇല്ല. അടുത്ത് എന്നാൽ ആടിന്റെ ദുർഗന്ധം അവന്റെ ദേഹത്തുള്ളത്. ദൈവം പറയാ രാജാവാണെന്ന്. എന്താ ഇതിന്റെ അർത്ഥം? മനുഷ്യർ നമ്മളെ കാണുന്ന പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ നിന്റെ പശ്ചാത്തലം നോക്കും, നിന്റെ നിറം നോക്കും, നിന്റെ കുടുംബം നോക്കും, നിന്റെ ഡിഗ്രി നോക്കും, നിന്റെ ജോലി നോക്കും, നിന്റെ വരുമാനം നോക്കും, നിന്റെ സമ്പത്ത് നോക്കും. പക്ഷേ ദൈവം ഇതൊന്നും നോക്കുന്നില്ല. മനുഷ്യര് കാണുന്ന പോലെയല്ല ദൈവം കാണുന്നത്. അവന് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ! ഇശായുടെ വീട്ടിൽ ചെന്നപ്പോൾ ദാവീദ് ഒഴിച്ച് ബാക്കി എല്ലാ മക്കളും ഉണ്ട്. എന്നാൽ അപ്പൻ വിചാരിക്കേണ്ടതായിരുന്നു, എനിക്ക് 8 മക്കളെ തന്നിട്ടുണ്ട്, ഇശായിയെ മാത്രം വിളിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന്. എന്നാൽ അമ്മ ചോദിക്കേണ്ടിയായിരുന്നു അപ്പനോട്, നമുക്ക് ദൈവം 8 മക്കളെ തന്നല്ലോ, അതിൽ 7 പേരെ ക്ഷണിച്ച് ആ ദാവീദിനെ മാത്രം എന്താ ക്ഷണിക്കാഞ്ഞെന്ന്. അപ്പനും അമ്മയും അവനെ ഓർത്തില്ല. അതിനെക്കുറിച്ച് ആ ദാവീദ് എഴുതിയത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, എങ്കിലും എൻ്റെ ദൈവം എന്നെ ചേർത്ത് കൊണ്ടു. നിന്റെ ജീവിതത്തിനെ ഓർക്കേണ്ട ആളുകൾ ഓർക്കാതിരിക്കുമ്പോൾ, നിന്നെ പരിഗണിക്കേണ്ട ആളുകൾ പരിഗണിക്കാതിരിക്കുമ്പോൾ, നിന്നെ സഹായിക്കേണ്ട ആളുകൾ സഹായിക്കാതിരിക്കുമ്പോൾ, ന്യായമായിട്ട് നിനക്ക് ലഭിക്കേണ്ടതായ മാനങ്ങൾ ലഭിക്കാതെ ഇരിക്കുമ്പോൾ, സ്ഥാനങ്ങൾ ലഭിക്കാതെ ഇരിക്കുമ്പോൾ, ഒരു കാര്യം ഉറപ്പാക്കിക്കോ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ ഡെസ്റ്റിനി നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടി അവൻ നിന്നെ കണ്ടിരിക്കുകയാണ്. തലയിൽ രാജാവിന്റെ അഭിഷേകം ഒഴിച്ചു കൊടുത്തു ശൗമേൽ പ്രവാചകൻ. അടുത്ത ദിവസം രാവിലെ പെട്ടിയും എടുത്തുകൊണ്ട് ശൗലിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ശൗലിനെ പിടിച്ചിറക്കിയേച്ച് രാജാവ് സിംഹാസനത്തിൽ കയറി ഇരുന്നില്ല. പിന്നെ ആടിനെ തീറ്റാൻ പോയേക്കുക. വീണ്ടും ആടിനെ മേയ്ക്കാനായിട്ട് പോകുമ്പോൾ ആ കൂടെയുള്ള ഇടയന്മാർക്കൊന്നും മനസ്സിലായില്ല ഈ വരുന്ന ആള് വ്യത്യസ്തനായിട്ടാണ് വരുന്നതെന്ന്. അവർ വിചാരിച്ച് ഇന്നലെ വീട്ടിൽ പോയതാണ്ട് ദാവീദ് നിന്ന് വന്നിരിക്കുന്നു. ഒരാൾക്കും മനസ്സിലായില്ല. പക്ഷേ ദാവീദിനറിയാൻ ഞാൻ പോയതുപോലെ അല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ വിചാരം ഞാൻ നിങ്ങളുടെ വീട്ടിങ്ങനെ ആടിനെ മേയിച്ച് എന്നും നടക്കാനുള്ളവനാണെന്ന്. അല്ലല്ല, എൻ്റെ തലയിലൊരു അഭിഷേകം വീണിട്ടുണ്ട്. അഭിഷേകം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എന്നെ നടത്തുകയാണ്. അഭിഷേകം പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. ഇനിയും കുറെ നാൾ കഴിഞ്ഞുള്ളതായ ഒരു ഡേറ്റ് ഇട്ട് തരുന്ന ചെക്കാണ് അഭിഷേകം. പക്ഷെ ഇപ്പോഴേ കൊണ്ടുപോകാം. ഇപ്പോഴേ നിന്റെ മേൽ നീ അനുഭവിക്കുന്ന അഭിഷേകം ഇപ്പോഴുള്ള ഈ അനുഭവത്തിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുകയല്ല. ദൈവത്തിന്റെ ഒരു ഉദ്ദേശത്തിലേക്ക് ദൈവം നിന്നെ നയിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം നയിച്ചു കൊണ്ടിരിക്കുക. അതിനെ കുറിച്ച് വെച്ചൊരു സമയമുണ്ട്. ആ ഡേറ്റിൽ മാത്രമേ നിനക്കത് ക്യാഷായിട്ട് കിട്ടത്തുള്ളൂ. ദാവീദ് ഈ ചെക്കും പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുക. ആ സമയത്താണ് പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു സിംഹം ഇറങ്ങി വന്നു, ഒരു കരടി ഇറങ്ങി വന്നു. ആദ്യം സിംഹം വന്നു. 10-12 വയസ്സ് കാണുമായിരിക്കും.
ആ സമയത്ത് ദാവീദിന് സിംഹം ഇറങ്ങി വരുമ്പോൾ ഒരു കൊച്ചു ബാലകൻ എന്ത് ചെയ്യാനാ? കൂടെയുള്ള ഇടയന്മാരെല്ലാം ചെന്നായെ കണ്ടാൽ കൂലിക്കാർ ഓടിപ്പോകുമെങ്കിൽ കൂടെയുള്ള ഇടയന്മാർ സിംഹത്തെ കണ്ടാൽ നിൽക്കുവോ? എല്ലാവരും ഓടിപ്പോയി ചിലരുടെ വലിയ മരത്തെ കയറി, ചിലരുടെ പോയി ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു, ചിലരുടെ അവരുടെ ഗ്രാമം വരെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിക്കാണും. പക്ഷേ ദൈവത്തിന്റെ അഭിഷേകം ദാവീദിന്റെ മേൽ ചലിക്കുവാൻ തുടങ്ങി. സിംഹം വന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ദാവീദ് അതിന്റെ പുറകെ ചെല്ലുകയാണ്. മരത്തിൽ കയറിയിരുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞു കാണും, അരുതേ ദാവീദേ, അരുതേ, പോകരുത്. പക്ഷേ ദാവീദ് അത് കേൾക്കാൻ പറ്റുന്നില്ല. ദാവീദിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അപ്പന്റെ ആടുകൾ ഒന്നിനെ കടിച്ചെടുത്ത ഈ സിംഹത്തെ അതിന്റെ വായിൽ നിന്ന് ആട്ടുംകുട്ടിയെ വിടുവിക്കണം. അവൻ പുറകെ നടന്നിയെന്ന് സിംഹത്തിന്റെ വായ വലിച്ചു കീറി അതിനെ അടിച്ചു കൊന്ന് ആട്ടുംകുട്ടിയെ വിടുവിച്ചു. ഒരു ക്രൈസിസ് എപ്പോഴാ അഭിഷേകം വെളിപ്പെടുന്നത്? ഒരു ക്രൈസിസ് വരുമ്പോഴാ, ഒരു പ്രതിസന്ധി വരുമ്പോഴാ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാ ജീവിതത്തിൽ അഭിഷേകം ഉള്ളവനും അഭിഷേകം ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയുന്ന സിംഹത്തിന്റെ ശക്തികൾ വന്ന് ദൈവം നിനക്ക് തന്ന നന്മകളെ അപഹരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ച് നീ പോരാടി ജയമെടുക്കണം, നീ പോരാടി വിടുതലെടുക്കണം, നീ വിട്ടുകൊടുക്കുവാൻ പാടില്ല. ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി തലകുരിച്ച് തോറ്റിരിക്കാനുള്ളതല്ല, കൊടി ഉയർത്തി ജയത്തിന്റെ ആരോ ഉയർത്തുവാനുള്ളതാണ്. നിനക്ക് തന്ന ഒന്നിനെ അപഹരിപ്പാൻ ഒരു ദുഷ്ട ശക്തിക്കും അവകാശമില്ല, അധികാരമില്ല. വീണ്ടും വന്ന ഒരു കരടി ഇറങ്ങി വന്നപ്പോൾ 14 വയസ്സ് കാണാം ദാവീദിന്. ദാവീദ് പുറകെ ചെന്നു, കരടിയും അടിച്ചു കൊന്നു. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരിക. കാരണം എന്താ? ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവനെ നയിക്കുകയാണ്. നിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വെറുതെ അല്ല, ദൈവത്തിന്റെ പർപ്പസിൽ പെടുന്നതാണ്, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ പെടുന്നതാണ്. അതുവഴിയാണ് ദൈവം നിന്നെ ഒരുക്കിയെടുക്കുന്നത്, അതുവഴിയാണ് ദൈവം നിന്നെ മിനുക്കിയെടുക്കുന്നത്. ഇങ്ങനെ കാട്ടിൽ കരടിയെയും സിംഹത്തെയൊക്കെ കൊന്നുകൊണ്ട് നടന്നാൽ ഇവന്റെ അഭിഷേകം കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇവൻ രാജാവാകേണ്ടിയവൻ. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അപ്പം പറഞ്ഞു, നിന്റെ ചേട്ടന്മാർ പട്ടാളത്തിലല്ലേ, അവർ യുദ്ധസ്ഥലത്ത് പോയിരിക്കുകയാണ്, അവരുടെ വിവരം അറിയുന്നില്ല, നീ അവിടം വരെ പോയി വിവരം തിരക്കണം. അപ്പോൾ മലരുമൊക്കെ എടുത്തുകൊണ്ട് ഇവൻ ചേട്ടന്മാരെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ മല്ലനായ ഗോല്യാത്തിന്റെ വെല്ലുവിളിയാണ്, അഗ്രചർമ്മിയുടെ വെല്ലുവിളിയാണ്. പണ്ട് സിംഹത്തിൽ ഇറങ്ങി വന്നപ്പോൾ, കരടി ഇറങ്ങി വന്നപ്പോൾ അവന്റെ തലയിൽ അഭിഷേകത്തിന്റെ ശക്തി ചലിച്ചതുപോലെ അവൻ അറിഞ്ഞു, ഒരു അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിക്കുന്നു. അവൻ ചോദിച്ചു, ഈ അഗ്രചർമ്മിയെ കൊല്ലുന്നവന് രാജാവ് എന്ത് പ്രതിഫലം നൽകും? അഭിഷേകം നഷ്ടപ്പെട്ട ശൗലും അവന്റെ പട്ടാളക്കാരും പേടിച്ച് വിറച്ച് മുട്ടടിച്ച് ഭയന്ന് ഒളിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, ഈ ഗോല്യാത്തിനെ നിഗ്രഹിക്കുന്നവന് രാജാവ് എന്ത് പ്രതിഫലം കൊടുക്കും? അവൻ അതറിഞ്ഞാ മതി. രാജാവ് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? അവൻ ബാല്യം മുതൽ യോദ്ധാവാ, നീ ഒരു കൊച്ചു ബാലകനാ, നിനക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് ദാവീദ് സാക്ഷ്യം പറഞ്ഞത്, അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് സിംഹം വന്നു, കരടി വന്നു. സിംഹത്തെയും കരടിയെയും എന്റെ കയ്യിൽ എന്റെ ദൈവം തന്നെങ്കിൽ ഈ മല്ലനായ ഗോല്യാത്തിനെയും എന്റെ കയ്യിൽ ദൈവം തരും. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിനക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? അതിന്റെ മറുപടി ഇതാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ എന്റെ ദൈവം എനിക്ക് ജയം തന്നെങ്കിൽ, എന്റെ ദൈവം എനിക്ക് വിടുതൽ തന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ പ്രതിസന്ധിയിലും എന്റെ ദൈവം എനിക്ക് വിജയം തരും. എപ്പോഴാ അഭിഷേകം വെളിപ്പെടുന്നത്? ഒരു ക്രൈസിസ് വരുമ്പോഴാ, ഒരു പ്രതിസന്ധി വരുമ്പോഴാ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാ ജീവിതത്തിൽ അഭിഷേകം ഉള്ളവനും അഭിഷേകം ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയുന്ന സിംഹത്തിന്റെ ശക്തികൾ വന്ന് ദൈവം നിനക്ക് തന്ന നന്മകളെ അപഹരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ച് നീ പോരാടി ജയമെടുക്കണം, നീ പോരാടി വിടുതലെടുക്കണം, നീ വിട്ടുകൊടുക്കുവാൻ പാടില്ല. ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി തലകുരിച്ച് തോറ്റിരിക്കാനുള്ളതല്ല, കൊടി ഉയർത്തി ജയത്തിന്റെ ആരോ ഉയർത്തുവാനുള്ളതാണ്. നിനക്ക് തന്ന ഒന്നിനെ അപഹരിപ്പാൻ ഒരു ദുഷ്ട ശക്തിക്കും അവകാശമില്ല, അധികാരമില്ല. വീണ്ടും വന്ന ഒരു കരടി ഇറങ്ങി വന്നപ്പോൾ 14 വയസ്സ് കാണാം ദാവീദിന്. ദാവീദ് പുറകെ ചെന്നു, കരടിയും അടിച്ചു കൊന്നു. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരിക. കാരണം എന്താ?
ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവനെ നയിക്കുകയാണ്. നിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വെറുതെ അല്ല, ദൈവത്തിൻ്റെ പർപ്പസിൽ പെടുന്നതാണ്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ പെടുന്നതാണ്. അതുവഴിയാണ് ദൈവം നിന്നെ ഒരുക്കിയെടുക്കുന്നത്, അതുവഴിയാണ് ദൈവം നിന്നെ മിനുക്കിയെടുക്കുന്നത്. ഇങ്ങനെ കാട്ടിൽ കരടിയെയും സിംഹത്തെയൊക്കെ കൊന്നുകൊണ്ട് നടന്നാൽ ഇവന്റെ അഭിഷേകം കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇവൻ രാജാവാകേണ്ടിയവൻ. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അപ്പം പറഞ്ഞു, നിന്റെ ചേട്ടന്മാർ പട്ടാളത്തിലല്ലേ, അവർ യുദ്ധസ്ഥലത്ത് പോയിരിക്കുകയാണ്, അവരുടെ വിവരം അറിയുന്നില്ല, നീ അവിടം വരെ പോയി വിവരം തിരക്കണം. അപ്പോൾ മലരും ഒക്കെ എടുത്തുകൊണ്ട് ഇവൻ ചേട്ടന്മാരെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ മല്ലനായ ഗോലിയാത്തിന്റെ വെല്ലുവിളിയാണ്, അഗ്രചർമ്മിയുടെ വെല്ലുവിളിയാണ്. പണ്ട് സിംഹത്ത് ഇറങ്ങി വന്നപ്പോൾ, കരടി ഇറങ്ങി വന്നപ്പോൾ അവന്റെ തലയിൽ അഭിഷേകത്തിന്റെ ശക്തി ചലിച്ചതുപോലെ അവൻ അറിഞ്ഞു, ഒരു അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിക്കുന്നു. അവൻ ചോദിച്ചു, ഈ അഗ്രചർമ്മിയെ കൊല്ലുന്നവന് രാജാവ് എന്ത് പ്രതിഫലം നൽകും? അഭിഷേകം നഷ്ടപ്പെട്ട ശൗലും അവന്റെ പട്ടാളക്കാരും പേടിച്ച് വിറച്ച് മുട്ടടിച്ച് ഭയന്ന് ഒളിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, ഈ ഗോലിയാത്തിനെ നിഗ്രഹിക്കുന്നവന് രാജാവ് എന്ത് പ്രതിഫലം കൊടുക്കും? അവൻ അതറിഞ്ഞാ മതി. രാജാവ് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? അവൻ ബാല്യം മുതൽ യോദ്ധാവാ, നീ ഒരു കൊച്ചു ബാലകനാ, നിനക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് ദാവീദ് സാക്ഷ്യം പറഞ്ഞത്, അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് സിംഹം വന്നു, കരടി വന്നു, സിംഹത്തെയും കരടിയെയും എൻ്റെ കയ്യിൽ എൻ്റെ ദൈവം തന്നെങ്കിൽ ഈ മല്ലനായ ഗോലിയാത്തിനെയും എൻ്റെ കയ്യിൽ ദൈവം തരും. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിനക്കെങ്ങനെ ജയിക്കാൻ കഴിയും? അതിന്റെ മറുപടി ഇതാണ്, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ എൻ്റെ ദൈവം എനിക്ക് ജയം തന്നെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തന്നെങ്കിൽ, എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രതിസന്ധിയിലും എൻ്റെ ദൈവം എനിക്ക് വിജയം തരും. പടച്ചട്ടയൊക്കെ കൊടുത്തു. ശവലിന്റെ അത് ഇട്ടോണ്ട് നടക്കാൻ അവന് ശീലിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ അടിയനത് ശീലിച്ചിട്ടില്ല, എനിക്ക് ഇടയ സഞ്ചയും ഇടയന്റെ പൊക്കണവും മതി. എന്ത് നിന്റെ പക്കൽ ഇപ്പോഴുണ്ടോ അതുകൊണ്ട് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. നീ ശീലിച്ചിട്ടില്ലാത്തതൊന്നും എടുത്ത് അണിയേണ്ട കാര്യമില്ല. നീ എങ്ങനെ ആയിരിക്കുന്നുവോ അതുകൊണ്ട് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ പ്രശ്നത്തിൽ നിനക്ക് വിജയം തരുന്നത് നിന്റെ പടച്ചട്ടയല്ല, നിന്റെ ആയുധത്തിന്റെ ബലമല്ല, നിന്റെ കഴിവല്ല, നിന്റെ ശക്തിയല്ല, അഭിഷേകത്തിന്റെ ശക്തിയാണ് മുഖങ്ങളെ തകർക്കുവാൻ പോകുന്ന. അതിന് കാട്ടുകല്ല് മതി, അതിനൊരു കവിണ മതി. ഇവൻ അഭിഷേകം കിട്ടിയ അന്ന് മുതൽ ഇവന്റെ വിരലുകളെ ദൈവം അഭ്യസിപ്പിക്കുന്നു, ഇവന്റെ കൈകളെ ദൈവം അഭ്യസിപ്പിക്കുന്നു. ദാവീദ് എഴുതി, എന്റെ വിരലുകളെ ദൈവം പോരിന് വേണ്ടി അഭ്യസിപ്പിക്കുന്നു, എന്റെ കൈകളെ ദൈവം യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കുന്നു. കാട്ടിൽ അവൻ അലഞ്ഞു നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ അവന്റെ കൈകളും വിരലുകളും എല്ലാം ചലിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്നറിയാമോ? ഈ മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്താൻ വേണ്ടിയായിരുന്നു. അവൻ ഇറങ്ങി കാട്ടുകല്ലും എടുത്തുകൊണ്ട് ഗോലിയാത്തിനെ നേരെ ചെല്ലുമ്പോൾ ഗോലിയാത്തിനെ പുച്ഛ, ഒരു കൊച്ചി ഇറക്കാനായി ഇത്രയും വലിയ എൻ്റെ നേർക്ക് വരിക. അവൻ പറഞ്ഞു, നിന്നെ ഇന്ന് കഷണം കഷണമായിട്ട് നുറുക്കി ആകാശത്തിലെ പക്ഷികൾക്ക് ഞാൻ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കും. അഹങ്കാരിയായ ഗോലിയാത്ത് ദാവീദിനോട് പറയുക, അവന്റെ വാളെ പിടിച്ചോണ്ടായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കഷണം കഷണമായി വെട്ടി നുറുക്കി ആകാശത്തിലെ പക്ഷികൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഗോലിയാത്ത് ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, ദാവീദിനെ മാത്രമേ കണ്ടുള്ളൂ, കൂടെ വരുന്ന ആളിനെ കണ്ടില്ല. ഗോലിയാത്ത് നോക്കുമ്പോൾ ദാവീദ് ഒരു കൊച്ചിയിറക്കം വരുന്നു, പക്ഷെ കൂടെ ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാണ് പലരും നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്, നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാണ് പലരും നിനക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നത്, നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാണ് പലരും നിന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാണ് പലരും നിനക്ക് നഷ്ടം വരുത്താൻ നോക്കുന്നത്. എന്നാൽ നീ തനിയെ അല്ല. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവന്റെ ഒരു ചെറിയ വിരല് തട്ടേണ്ട കാര്യമില്ല ഗോലിയാത്ത് താഴെ വീഴാൻ. ദാവീദ് പറഞ്ഞു, നീ കുന്തവും വേലും ഒക്കെ ആയിട്ട് എൻ്റെ നേരെ വരുന്നു, ഞാൻ അങ്ങോട്ട് വരുന്ന നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും ഇന്ന് അറിയാൻ ഇടവരും. ഒരു ചെറുപ്പക്കാരൻ ദാവീദ് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ടെന്ന് സർവഭൂമി അറിയാൻ ഇടവരുമെന്ന് ദാവീദ് പറഞ്ഞിരുന്നെങ്കിൽ ഗോലിയാത്ത് വീഴത്തില്ല. മുഴുവൻ മഹത്വവും അവൻ ദൈവത്തിന് കൊടുത്തത് കൊണ്ടാണ് ഗോലിയാത്ത് വീണത്. ഓർത്തുകൊള്ളുക, മുഴുവൻ മഹത്വവും ദൈവത്തിന്
ദൈവത്തിന്, മുഴുവൻ മഹത്വവും ദൈവത്തിന്, മുഴുവൻ മഹത്വവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്. അവൻ മാത്രമാണ് മഹത്വത്തിന് യോഗ്യൻ, അവൻ മാത്രമാണ് സ്തുതിക്ക് യോഗ്യൻ. മുഴുവൻ മഹത്വവും അവന് കൊടുക്കുവാൻ നീ ഒരുങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് വീഴാൻ പോവുകയാണ്. കവണ കറക്കി അവൻ എറിഞ്ഞു, ഗോലിയാത്ത് താഴെ വീണു. ദാവീദ് ചെന്ന് ഗോലിയാത്തിന് തന്നെ വാള് വലിച്ചൂരിയെടുത്ത് ഗോലിയാത്തിനെ നിഗ്രഹിച്ചു. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ആയുധം അവൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഏതായുധം? നിന്നെ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കുമെന്ന് പറഞ്ഞ ആയുധം. ആയുധം കൊണ്ട് ദാവീദിന്റെ ദേഹത്തൊരു ചെറിയ പോറൽ പോലും ഉണ്ടായില്ല. ഗോലിയാത്തിന്റെ വാള് കൊണ്ട് ദാവീദിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആരാ വാള് കൊണ്ടുവന്നോ അവന്റെ മേൽ തന്നെ ആ വാള് വീണു. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടെങ്കിൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഫലിക്കയില്ലെന്ന് മാത്രമല്ല, ആരാണോ ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ മേൽ തന്നെ അത് തിരിച്ചു പായുകയാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. അടുത്തിരിക്കുന്ന തൊട്ടുണ്ടെന്ന് പറഞ്ഞ്, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ആരായുധം ഉണ്ടാക്കുന്നോ ആയുധം ഉണ്ടാക്കുന്നവരിൽ തിരിച്ചു പായത്തേ ഉള്ളൂ. നിനക്കൊരു ദോഷവും വരുത്തുകയില്ല എന്ന് പകൽക്കാലം ചില വ്യക്തികളുടെ ദൂത് ഞാൻ പറയുകയാണ്. നിനക്ക് വിരോധമായി വന്നിരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നീ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ ആലോചന എന്ന് പകൽ കേട്ടുകൊള്ളുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. അങ്ങനെ പറയുക, ഒന്നായിട്ടുള്ള ക്രൈസിസ് ആണ്. അടുത്ത ക്രൈസിസ് ആണ് ഗോലിയാത്ത് വീണെങ്കിലും ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തി എന്നുള്ള കാരണം കൊണ്ട് രാജാവെതിരായി, ശൗൽ രാജാവെതിരായി. ശൗൽ രാജാവ് തീരുമാനിച്ച് ഇവനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവനെ കൊല്ലണം, ദാവീദിനെ കൊല്ലണം. അതിനുള്ള പോരാട്ടം നടക്കുകയാണ്. അതുകൊണ്ട് അവൻ ഓടിപ്പോകേണ്ടി വന്നത്. ദാവീദ് ശൗൽ രാജാവിന്റെ മേൽ ദുരാത്മാവ് കയറി അവൻ മാനസിക രോഗിയാകുമ്പോൾ അവന്റെ അസുഖം മാറ്റാൻ വേണ്ടി പാട്ട് പാടാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ദാവീദിനെ. ദാവീദ് പാട്ട് പാടുമ്പോൾ ദുരാത്മാവ് ഇറങ്ങിപ്പോകും. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ പാട്ടിൽ അഭിഷേകമുണ്ട്, നിന്റെ വചനത്തിൽ അഭിഷേകമുണ്ട്, നിന്റെ ശബ്ദത്തിൽ അഭിഷേകമുണ്ട്. അത് അധികാരമുള്ള അഭിഷേകമാണ്. അത് ദുഷ്ട ശക്തികളോട് എതിരിടുന്ന അഭിഷേകമാണ്. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അധികാരമുള്ള അഭിഷേകം നിനക്കുണ്ടെങ്കിൽ നിന്റെ ശബ്ദം കേട്ടാൽ ദുരാത്മാവ് ഇറങ്ങിപ്പോകും. ശൗലിന്റെ ദേഹത്തൊന്നും ദുരാത്മാവ് ഇറങ്ങിപ്പോയെങ്കിൽ അസൂയ ഇറങ്ങിപ്പോയില്ല. അടുത്തിരുന്ന കുന്തമെടുത്തവൻ എറിഞ്ഞു ദാവീദിനെ, അഭിഷക്തനെ ചുവരോട് ചേർത്ത് തറയ്ക്കാൻ. ദാവീദ് മാറിയത് കൊണ്ട് അവന്റെ ദേഹത്ത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കുന്തം പറഞ്ഞു. ദാവീദിന് വേണമെങ്കിൽ കുന്തം തിരിച്ചെടുത്ത് തിരിച്ചെറിയാം. കാരണം എറിയാൻ തക്കവണ്ണം നല്ല ഉന്നമുള്ള ആളാണ് ദാവീദെന്ന് ഗോലിയാത്തിന്റെ കാര്യത്തിൽ തെളിയിച്ചതാ. തിരിച്ചെടുത്തെങ്കിൽ ശൗല ആ സിംഹാസനത്തിൽ നിന്ന് അന്തരിച്ചേനെ. പക്ഷേ ദാവീദ് തിരിച്ചറിഞ്ഞില്ല. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ തിരിച്ചറിയരുത്, തിരിച്ചറിയരുത്. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിപ്പാൻ വേണ്ടി സാഹചര്യം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് സഹിഷ്ണുതയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നീ ഇരുന്നാൽ മതി. ദൈവത്തിന്റെ പ്രവർത്തി നിനക്ക് കാണുവാൻ കഴിയും. എന്തു പറ്റി ഈ കുന്തത്തിനൊടുവിൽ, ദാവീദിനെ എറിഞ്ഞ കുന്തത്തിന് ഒടുവിൽ എന്തു പറ്റി? ദാവീദ് തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്തു പറ്റിയെന്ന് ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത്, യുദ്ധസ്ഥലത്ത് വെച്ച് അവന്റെ സൈന്യങ്ങളെല്ലാം കൊല്ലപ്പെട്ട് യോനാഥൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ശൗൽ രാജാവ് അവന്റെ കുന്തം നിലത്തോട്ട് നാട്ടി. ഏത് കുന്തം? ദാവീദിനെ കുത്തിത്തുളച്ച് കൊല്ലുവാൻ എറിഞ്ഞ കുന്തം അവൻ നിലത്തോട്ട് നാട്ടിയിട്ട് ശൗൽ അതിന്റെ പുറത്തോട്ട് ചാടി വീണ് ആ കുന്തം ശൗലിന്റെ വയറ് കീറി അവന്റെ കുടല് തുളച്ചു. ഏത് കുന്തം? അഭിഷക്തനായ ദാവീദിനെ എറിഞ്ഞ കുന്തം. ദാവീദിന്റെ മേൽ കൊണ്ടില്ലെന്ന് മാത്രമല്ല, എറിഞ്ഞവന്റെ കുടല് തുളച്ചു. ദൈവത്തിന് പ്രവർത്തിപ്പാൻ അവസരം വിട്ടുകൊടുക്കൂ. നീ സഹിഷ്ണുതയോടെ ദൈവത്തെ കാത്തിരുന്നാൽ മതി. നീ ലജ്ജിച്ചു പോകത്തില്ല. കണ്ണുനീരോടെ നീ ദൈവത്തെ കാത്തിരുന്നാൽ മതി. നീ ലജ്ജിച്ചു പോകത്തില്ല. പ്രതിസന്ധികളുടെ നടുവിൽ നീ തന്നെത്താൻ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്.
ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ കാര്യം ഭരമേൽപ്പിച്ചാൽ സകലവും നന്നായി ചെയ്യുന്നവൻ നീതിയായി വിധിക്കും. നിന്റെ ദേഹത്തൊരു പോറലേൽപ്പിക്കയില്ലെന്ന് മാത്രമല്ല, എറിഞ്ഞവന്റെ മേൽ തിരിഞ്ഞ് പായും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന് മാത്രമല്ല, ആരാണോ എറിഞ്ഞത് എറിഞ്ഞവന്റെ മേൽ തിരിഞ്ഞു പായും. പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും വരികയാണ്. എന്താ കാരണം? അതുപോലെയുള്ള അഭിഷേകമുണ്ട്. കൂടുതൽ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ കൂടുതൽ മുറിവുകൾ നിനക്കുണ്ട്. വഴിയിൽ വസ്ത്രം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് അവനെ മുറിവേൽപ്പിച്ചിട്ടിട്ട് പോയൊരു മനുഷ്യൻ നമുക്കറിയാം. അർദ്ധപ്രാണനായിട്ട് വഴിയിലിട്ടിരുന്ന ഒരു മനുഷ്യൻ. പുരോഹിതനും ലേവ്യനും വന്നിട്ട് കടന്നുപോയി. കാരണം നോക്കി നിന്നാൽ കുറെ കഴിയുമ്പോൾ ഡെഡ് ബോഡിക്ക് സമാധാനം പറയേണ്ടി വരും. എന്നാൽ കള്ളന്മാരും അതാ വിചാരിച്ചത്. നോക്കിക്കേണ്ട കാര്യമില്ല, വസ്ത്രങ്ങളും എല്ലാം മാറ്റി കുത്തി 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 ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ച് കിടന്നിക്കുക. ചോര പകുതി പോയി അർത്ഥപ്രാണനായിട്ട് വഴിയിലിട്ടിരിക്കുക. ബാക്കിയും ചത്തോളും. എല്ലാവരുടെയും കണക്കൂട്ടരുത്, ബാക്കിയും ചത്തോളും. ഇനി അധിക സമയമില്ല, ഇനി അധിക നേരം നിൽക്കേണ്ട കാര്യമില്ല, തീർന്നു, ഇവൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോകുന്നത്. പക്ഷേ അവരുടെ എല്ലാം കണക്കൂട്ടൽ തെറ്റിക്കാൻ വേണ്ടി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്തൻ എണ്ണയും വീഞ്ഞുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യർ പലരും നിന്നെക്കുറിച്ച് പലതുമൊക്കെ പ്രവചിച്ച് കാണും, പല മുൻവിധികളും ഒക്കെ പറഞ്ഞു കാണും. പക്ഷേ ഒരുത്തൻ നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എത്ര മുറിവേൽപ്പിച്ചിട്ടാലും നിന്നെ വിടുവിപ്പാൻ തക്കോണം ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ വന്നു, അവൻ ഇറങ്ങി ഇവന്റെ അടുക്കൽ വന്നിട്ട് എണ്ണയൊഴിച്ചു, മുറിവിൽ എണ്ണയൊഴിച്ചു. എന്തെണ്ണ? അഭിഷേകത്തിന്റെ എണ്ണ. എവിടെ ഒഴിച്ചു? മുറിവുകളിൽ. എന്താ ചിലർക്ക് കൂടുതൽ അഭിഷേകമെന്നറിയാമോ? അവർ കൂടുതൽ മുറിവേറ്റവരാ. ജീവിതത്തിൽ കൂടുതൽ മുറിവേറ്റ ആളുകൾക്ക് കൂടുതൽ അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേകം കൂടുതലുള്ള ആളുകളോട് ചോദിച്ചു നോക്കണം, എന്താ നിങ്ങൾക്ക് ഇത്രയും അഭിഷേകം? അവര് പറയും, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുറിവുകൾ കണ്ണിൽ കൂടെ കണ്ണുനീരല്ല ഒഴുകിയത്, ചോരയാണ് ഒഴുകിയത്. വേദന കൊണ്ട്, വിഷമം കൊണ്ട്, മനപ്രയാസം കൊണ്ട് ജീവിതം തകർന്നു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവന്റെ അഭിഷേകത്തിന്റെ തൈലം മുറിവുകളിലേക്ക് ഒഴുകിയെന്ന് മാത്രമല്ല, അവനത് വെച്ച് കെട്ടിയെന്ന് ബൈബിൾ പറയുന്നു. വെച്ച് കെട്ടി. എന്താ വെച്ച് കെട്ടിയെന്ന് പറഞ്ഞ അർത്ഥം? വെച്ച് കെട്ടിയില്ലെങ്കിൽ അഭിഷേകം ചോർന്നു പോകും, തൈലം ചോർന്നു പോകും. പലരും വിചാരിച്ചു നിന്റെ അഭിഷേകം കുറെ കഴിയുമ്പോൾ കാണത്തില്ലെന്ന്. പക്ഷെ അവൻ വെച്ച് കെട്ടിയത് കൊണ്ട് അഭിഷേകം ഇപ്പോഴുമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഭാഷ? മനസ്സിലായവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവനെ കോരിയെടുത്ത് കൊണ്ടുപോയി അവിടെ വഴിയമ്പലത്തിലാക്കിയിട്ട് പിറ്റേന്നാൾ കാലത്താണ് അവൻ പോയത്. കൊണ്ടുവന്നവൻ അന്ന് രാത്രി പോയില്ല. അന്ന് രാത്രി അവന്റെ കൂടെ പാർത്തു. എന്താ അതിന്റെ അർത്ഥം? നീ മുറിവേറ്റ രാത്രിയിൽ അവൻ നിന്നെ ഇട്ടേച്ച് പോയില്ല, തൊട്ടടുത്ത് അവൻ ഇരിപ്പുണ്ട്. അവനിഷ്ടം നിന്നെ ആക്രമിച്ച രാത്രിയിൽ അവൻ ഇട്ടേച്ച് പോയില്ല, തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. നീ ഞെട്ടി ഉണരുമ്പോൾ അവൻ പറഞ്ഞ് പേടിക്കണ്ട, ഞാൻ അടുത്തുണ്ട്. ഇനി ശത്രുക്കൾ വന്നാലും പേടിക്കണ്ട, ഞാൻ അടുത്തുണ്ട്. തൊട്ടടുത്തിരുന്ന പിറ്റേന്നാൾ കാലത്താണ് അവൻ പോയത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ദിവസങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഏറ്റവും വലിയ ക്രൈസിസ് ദിനങ്ങൾ ഓർത്തു നോക്ക്. ഏറ്റവും വലിയ പ്രതിസന്ധി നടന്നുപോയ ദിവസങ്ങൾ ഓർത്തു നോക്ക്. അവൻ കൂടെ ഇരുന്നു എന്ന അനുഭവമുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആക്കീഷിന്റെ മുമ്പിൽ ഭ്രാന്ത് അഭിനയിച്ച് അവൻ ഭ്രാന്തനാണെന്ന് വിചാരിച്ച് അവിടെ നാട്ടിൽ പുറത്താക്കി. അവൻ കഥകൾ വരച്ചത് എന്താണെന്ന് അതിനെക്കുറിച്ച് ഒരു വ്യാഖ്യാനമുണ്ട്. അവൻ വരച്ചത് അതിരാണ്. അതിരെന്നുള്ള അർത്ഥം കൂടെ ആ വാക്കിന് എബ്രായ ഭാഷയിലുണ്ട്. അതിര് വരയ്ക്കുന്നതിനും അതേ വാക്ക ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിര് വരച്ചു. എന്തോ ദാവീദ് അതിര് വരച്ചത്? എന്തുവാ? ദാവീദ് വര വരച്ചു. എന്താ വര വരച്ചത്? ദുഷ്ട പിശാച് അവനോട് പോരാടി ഒടുവിൽ കൊണ്ടുവന്ന് ആക്കീഷിന്റെ കൈ കൊടുത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഒരു പഴുതുമില്ല. അവിടെ വെച്ച് വിശ്വാസത്താൽ ദാവീദ് ഒരു അതിര് വരച്ചിട്ട് പറഞ്ഞു, ശത്രുവെ ഇനി ഒരു ചുവടിങ്ങോട്ട് വെക്കരുത്, ഞാനിവിടെ അതിരിട്ടിരിക്കുക. എനിക്കുള്ളതിൻ്റെ ചുറ്റും ഞാൻ അതിരിട്ടിരിക്കുക, എൻ്റെ ജീവന് ചുറ്റും ഞാൻ അതിരിട്ടിരിക്കുക. നിനക്ക് വിശ്വാസത്താൽ ഒരതിരിടാൻ കഴിയും. എന്നെ തൊട്ടുപോകരുത്, എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുത്, എൻ്റെ കുടുംബത്തെ തൊട്ടുപോകരുത്, എൻ്റെ നന്മയെ തൊട്ടുപോകരുത്. അതിരിട്ടുകൊള്ളണം. ദുഷ്ടപിശാച് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം, അവന്റെ പോരുകളും പോരാട്ടങ്ങളും കടന്നു വരാൻ കഴിയാതെ വണ്ണം നിങ്ങൾ പാർക്കുന്ന വീടുകൾക്ക് രക്തമടയാളമായിരിക്കും. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത നിങ്ങളുടെ കട്ടളക്കാലുകളിൽ മേലും കുറുമ്പടി മേലും കണ്ടാൽ, അടയാളം കണ്ടാൽ ശത്രു നിങ്ങളെ വിട്ട് കടന്നു പോകും. അവിടേക്ക് കടന്നു വരത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിന്റെ മേൽ രക്തത്തിന്റെ അടയാളമിട്ടിട്ടുണ്ട്. പുരോഹിതന്റെ നെറ്റിയിൽ രക്തത്തിന് അടയാളമിടും. അവന്റെ കൈവിരലിന്റെ തള്ളവിരലിൽ അടയാളമിടും. അവന്റെ ചെവിയിൽ അടയാളമിടും. രക്തത്തിന്റെ
അടയാളമിട്ടതിന്റെ പുറത്ത് എണ്ണയുടെ അടയാളമിടും. ആ രക്തത്തിന്റെ അടയാളം യേശുവിന്റെ രക്തത്തിന്റെ അടയാളത്തിന്റെ മേലിട്ടതാണ്. എണ്ണയുടെ അടയാളം പുരോഹിതനിടുന്ന, നീ പുരോഹിതനായതുകൊണ്ട് അഭിഷേകത്തിന്റെ അടയാളമാണ്. യേശുവിന്റെ രക്തവും യേശുവിന്റെ ആത്മാവും നിന്റെ മേൽ അടയാളമിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. എന്റെ മേൽ അടയാളമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവരെന്നോട് ചേർന്ന് പറഞ്ഞ്, എന്റെ മേൽ അടയാളമുണ്ട്, എന്റെ മേൽ അടയാളമുണ്ട്. അങ്ങനെയുള്ള ദാവീദ് വിടുതൽ പ്രാപിച്ചപ്പോൾ, അവൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എളിയവരത് കേട്ട് സന്തോഷിച്ചു. എളിയവരെ സന്തോഷിക്കത്തുള്ളൂ. പിന്നെ അവൻ്റെ കൂടെ വന്ന അങ്ങനെയുള്ളവരാ, കടമുള്ളവരും ഞെരുക്കമുള്ളവരും എളിയവരത് കേട്ട് സന്തോഷിച്ചപ്പോൾ ദാവീദ് അവരോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല സ്തുതിക്കണ്ടേ, വാ നമുക്കൊന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്താം. ഇന്നിവിടെ വന്നിരിക്കുന്ന എളിയവരെല്ലാവരും, എളിയവരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ല, അവൻ പിടിച്ചാലേ എനിക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ, അവൻ നടത്തിയാലേ എനിക്ക് നടക്കാൻ കഴിയത്തുള്ളൂ, അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദിവസം ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് അകത്ത് ബോധ്യമുള്ളവരാണ് എളിയവർ. ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്താം. നമുക്ക് ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്താം.